പ്രിയപ്പെട്ടവരെ, നമ്മളെ ഉള്ളിൽ ദേഷ്യം അല്ലെങ്കിൽ സങ്കടം, ഒരുപാട് പ്രയാസങ്ങളുണ്ടെങ്കിൽ രണ്ട് രീതിയിലാണ് നമ്മളതിനെ കൈകാര്യം ചെയ്യുക. ഒരു രീതി എന്ന് പറയുന്നത്, നമ്മുടെ ഈ ദേഷ്യത്തെ, നമ്മുടെ ഈ സങ്കടത്തെ മറ്റൊരു രീതിയിൽ പുറത്തുള്ള ആരിലേക്കെങ്കിലും അടിച്ചേൽപ്പിക്കും. അത് ദേഷ്യരൂപത്തിലാകാം, അയാളെ ചീത്ത വിളിക്കുന്ന രൂപത്തിലാകാം, അതല്ലെങ്കിൽ അയാളെ ഉപദ്രവിക്കുന്ന രൂപത്തിലാകാം. മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തും. മറ്റൊരു നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, നമ്മളിത് ആരോടും ഷെയർ ചെയ്യില്ല, ഇതാരോടും പറയില്ല, നമ്മളിത് എക്സ്പ്രസ് ചെയ്യില്ല. ഇത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ ഇറക്കി വെക്കും, ഉള്ളിലേക്ക് ഇറക്കി വെക്കും. അപ്പോൾ ഈ രണ്ട് രീതി നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാവും, വളരെ അപകടം പിടിച്ചതാണ് രണ്ട് രീതി. ആദ്യത്തെ രീതി, നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അവരോട് ചൂടാകുക, അവരോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു വെറുപ്പ് സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകും. മാത്രമല്ല, അത് നമ്മുടെ സങ്കടത്തെ അല്ലെങ്കിൽ നമ്മളെ വിഷമത്തെ കൂട്ടുകയാണ് ചെയ്യുക, ഒരു കാരണവശാലും കുറക്കുന്നില്ല. ഇനി രണ്ടാമത്തെ രീതി, കൈകാര്യം ചെയ്യുന്ന രീതി നോക്കി നിങ്ങൾ, അത് നമ്മളിലേക്ക് എല്ലാ സങ്കടങ്ങളെയും വിഷമങ്ങളെയും നമ്മുടെ ഉള്ളിലേക്ക് ഒതുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം അത് കാരണം നശിക്കാനുള്ളൊരവസ്ഥ ഉണ്ടാവുകയാണ്. നമ്മൾ ഹെൽത്തി ആവാതിരിക്കും, നമുക്ക് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാം. ടെൻഷൻ കൂടിയ കാരണം പ്രഷർ കൂടാം, സ്വാഭാവികമായിട്ടും ചില ആളുകൾക്കൊക്കെ മറ്റുള്ള രോഗങ്ങൾ വരും. ഇപ്പോൾ RCC റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ഒരുപാട് ദേഷ്യവും ഒരാളോടുള്ള വെറുപ്പും ഒരാളോടുള്ള പ്രതികാര ബുദ്ധിയും ഉണ്ടെങ്കിൽ ക്യാൻസറിന് വരെ കാരണമാകും എന്നൊക്കെയാണ് പുതിയ റിപ്പോർട്ട്. അപ്പോൾ നമ്മൾ ഈ രണ്ട് രീതിയും, ഈ കൈകാര്യം ചെയ്യുന്ന രണ്ട് രീതി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, വളരെ അപകടം പിടിച്ചതാണ്. ഒരു കാരണവശാലും ഇത് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അതിനാണ് നമ്മൾ മറ്റൊരു മാർഗം കണ്ടെത്തേണ്ടത്. എന്താണത്? നമ്മുടെ ചുറ്റുപാടിലുള്ള ഓരോ വസ്തുക്കളെയും നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. നമ്മൾ ഒരുപാട് ടെൻഷനിൽ നിൽക്കുന്ന സമയത്ത്, ഒരുപാട് പ്രയാസത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റുപാടുള്ള വസ്തുക്കളെ, ഇതാകണ്ട പ്രകൃതി, നമുക്കിവിടെ നോക്കിയാൽ കാണാം. നമ്മളങ്ങനെ വളരെ മനോഹാരിത നിറഞ്ഞ വളരെ സുന്ദരമായ ഒരു പ്രകൃതി നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ ചുറ്റുപാട് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുക. ഇതൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് യാത്ര ചെയ്യുക. പിന്നെ നമ്മുടെ സങ്കടങ്ങളെല്ലാം നമ്മൾ എവിടെ ഇറക്കി വെക്കും? നമ്മളൊരു ദൈവവിശ്വാസിയാണെങ്കിൽ അതെല്ലാം നമ്മളെ ദൈവത്തിലേക്ക്, നമ്മുടെ നാഥനിലേക്ക് കൈമാറുക. ആ നാഥൻ്റെ മുന്നിലെല്ലാം ഇറക്കി വെക്കാനുള്ളൊരു മനസ്സ് കാണിക്കുക. ഇതൊക്കെയാണ് ഇതിന് ഒരു പ്രതിവിധി എന്ന് പറയുന്നത്. അല്ലാതെ നേരത്തെ പറഞ്ഞ രണ്ട് രീതിയും വളരെ അപകടം പിടിച്ചതാണ്. ഓക്കെ, ടേക്ക് കെയർ. താങ്ക് യു.